നമസ്കാരം, ബിസിനസ് ഐഡിയാസിലേക്ക് എവർക്കും സ്വാഗതം. പലരും പലപ്പോഴായിട്ട് ചോദിക്കുന്ന, ഇല്ലെങ്കിൽ പലയിടത്തും കണ്ടിട്ടും ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആകാത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസവും 2-3 പേർ അത് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഡക്റ്റാണ് ഇന്ന് നമ്മളുടെ വിഷയം. ആ പ്രോഡക്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ പാത്രങ്ങൾ മതിയാവും. ചെറിയ എമൗണ്ട്, അതായത് നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണിത്. സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ ലൊക്കാലിറ്റിയിൽ ട്രൈ ചെയ്ത് നോക്കാം. വിജയിക്കും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത് കണ്ടിന്യൂസ്ലി നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലേബൽ ഉണ്ടാകും. നമുക്കൊരു ബിസിനസ്, അതായത് പക്ക ബിസിനസ്, നമുക്കൊരു റൂട്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പ്രോഡക്റ്റ് കൊടുക്കണം എന്ന് മാത്രം. അതിനകത്ത് മായം കലർത്താതിരിക്കുക. ഇവിടെ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്, എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുകയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ കാണുക. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കിൻ്റെ അഭാവം നമ്മളുടെ വീഡിയോകളിലുണ്ട്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ഇന്നുണ്ടാക്കുന്നത് നമ്മൾ ബേസൻ ലഡ്ഡു ആണ്. ഈ ബേസൻ ലഡ്ഡു നോർത്ത് ഇന്ത്യൻ ആണ്. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്, ബേക്കറിക്കാരുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ 99% ആളുകൾക്കും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയില്ല. പലരും യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വന്ന് ചോദിച്ചതാണ്, കൃത്യമായിട്ട് അതൊന്ന് പറയാമോ എന്നുള്ളത്. ഞാനിത് കൃത്യമായിട്ട് പറയാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന രീതി അനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ബേസിനാണ്, അതായത് കടലമാവാണ് വേണ്ടത്. 500 ഗ്രാം. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്, ഒരു 1 കിലോ വരുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് 300 ഗ്രാം. പിന്നെ വേണ്ടത് നെയ്യാണ് 250 ഗ്രാം. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ. പിന്നെ കാഷ്യൂസോ ഇല്ലെങ്കിൽ നമ്മളുടെ ഉണക്കമുന്തിരിയോ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ 50 ഗ്രാം വേണം. വെക്കണമെങ്കിൽ ഓപ്ഷണലാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല കട്ടിയുള്ള മൂടുള്ള പാത്രം, അതായത് ചീനച്ചട്ടി പോലുള്ള പാത്രമാണ് അടുപ്പത്ത് വെക്കേണ്ടത്. ലോ ഫ്ലെയിം ആയിരിക്കണം. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മളുടെ ഘീ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഘീ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മളുടെ കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ലോ ഹീറ്റിലാണ് ചെയ്യേണ്ടത്. ഹീറ്റ് കൂട്ടി വെക്കരുത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം, ഇല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും. കാരണം അവിടെ ഇവിടെ പിടിക്കാതൊക്കെ വരും. ഇത് റോസ്റ്റ് ചെയ്ത് ഈ ഒരു ബേസൻ, അതായത് കടലമാവ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു അരോമ, നല്ലൊരു മണമൊക്കെ വരും ആ സമയത്ത്. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഈ ഒരു മിക്സ്ചറിനെ കൂളാകാൻ അനുവദിക്കണം. എന്നാൽ ഫുള്ളി കൂളാകുകയും ചെയ്യരുത്. സ്ലൈറ്റ്ലി ചെറുതായിട്ട് കൂളായി നമ്മളുടെ കൈയൊക്കെ ഇടാൻ പരുവത്തിൽ കൂളായി കഴിയുമ്പോൾ നമ്മളുടെ പഞ്ചസാരപ്പൊടി, പിന്നെ നമ്മളുടെ ഏലക്ക പൗഡർ, ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്യണം. ദെൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ലഡുവിന് ഷേപ്പ് വരുത്തണം. അതായത് ഓരോ ഉരുളയാക്കി ഉരുട്ടിയെടുക്കണം. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിൽ പോലും പതുക്കെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ, ഈവൻ ഗ്രാം വരെ കൃത്യമായിട്ട് വരും. ഇനി ഇവിടെ ഓപ്ഷണലായിട്ട് പറഞ്ഞ കാഷ്യൂ വെക്കണമെങ്കിൽ കാഷ്യൂ വെക്കാം, ഇല്ല ഉണക്കമുന്തിരി വെക്കണമെങ്കിൽ ഉണക്കമുന്തിരി വെക്കാം. ഇതിൻ്റെ മുകളിലോട്ട് അമർത്തി കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. ഈ ലഡു നമുക്ക് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാം. അത് കൂടാതെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഫ്രഷ്നെസ് പോകാതിരിക്കാൻ അതിനകത്ത് വേണമെങ്കിലും സൂക്ഷിക്കാം. ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 2-3 ആഴ്ചയാണ്. ചെറിയ ടൈമൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് 3 ആഴ്ച വരെ കിട്ടും. നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കോസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന്. അപ്പോൾ നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. നമുക്കിവിടെ ലഡുവിൻ്റെ സൈസ് ഉണ്ട്. ആ സൈസ് കൂടി ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഏറ്റവും ചെറിയ ലഡുവ് 15-20 ഗ്രാമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 കിലോയിൽ നിന്ന് നമുക്കൊരു 50-60 ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദെൻ മീഡിയം സൈസാണ് വരുന്നെങ്കിൽ 25-30 ഗ്രാം വരുന്നുണ്ട്. ഒരു 35-40 ലഡു വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അക്യുറേറ്റ് അല്ല,
ഓക്കെ. പിന്നെ ലാർജ് സൈസ് ലഡു ആണെങ്കിൽ 40-50 ഗ്രാമിനുള്ളിലാണ് നിൽക്കുന്നത്. അതൊരു 20-25 ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് 1 കിലോ മിക്സ്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തുകൊണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഫ്രഷ്നെസ്സും ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ള ലഡു ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഹോം മെയ്ഡ് ആണ്, അതുപോലെ തന്നെ ഫ്രഷ് ലഡു ആണ്, ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത ലഡുവാണ് ഇത്. പിന്നെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് ഉപയോഗിക്കാം. കാരണം വേണമെങ്കിൽ നമുക്കിത് എക്കോ ഫ്രണ്ട്ലി പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാക്ക് ചെയ്യാതെയാണ് ബേക്കറികളിലേക്ക് ഇത് സാധാരണ പോകുന്നത്, അല്ലെങ്കിൽ കടകളിലേക്ക് പോകാറുള്ളത്. പാക്ക് ചെയ്താൽ നമുക്ക് 200 ഗ്രാം, 250 ഗ്രാം, 500 ഗ്രാം, 1 കിലോ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോർത്തേൺ സൈഡിൽ പാക്ക് ചെയ്തും പാക്ക് ചെയ്യാതെയും ഈ സാധനം പോകുന്നുണ്ട്. അവിടുത്തെ ഫെസ്റ്റീവ് സീസൺ ഒക്കെ വരുമ്പോഴത്തേക്കും വളരെ അധികം പോകുന്ന ഒരു ഐറ്റമാണ് ബേസന്റെ ലഡു. ഇവിടെ നമുക്കും ഇപ്പോൾ ദിവാലി ആണെങ്കിലും ഈദ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഓണമാണെങ്കിലും വെഡ്ഡിങ് സീസൺ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പോകുന്ന ഒരു സംഭവമാണിത്. പിന്നെ നിങ്ങൾ ഇത് കടകളിൽ കൊടുക്കുന്നത് ഓക്കെ. അത് കൂടാതെ നിങ്ങൾ കാറ്ററേഴ്സിനെ പിടിക്കുകയാണെങ്കിൽ, അതായത് അവർക്ക് സ്ഥിരം ഇവന്റ് ഉള്ളതാണ്, അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ ഡിസ്കൗണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ക്വാണ്ടിറ്റി ലഡു അവർ മുഖാന്തരം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. മാസത്തിൽ 1-2 കച്ചവടം അവരിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് കൃത്യമായിട്ട് ഓടാനുള്ള വരുമാനം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇവിടെ പലരും ചോദിച്ച ഒരു സംശയമാണ് ഈ ഞാൻ ഉണ്ടാക്കിയ ലഡു കൃത്യമായില്ല എന്നുള്ളത്. അവിടെ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്, അതായത് പൊടിച്ച പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ചിലർ ചോദിക്കും ശർക്കര ഉപയോഗിച്ചാൽ പോരെ, പഞ്ചസാര ഉപയോഗിച്ചാൽ എങ്ങനെ ശരിയാകുന്നത് എന്ന് ചോദിക്കും. ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയാണ്. പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ശരിയായിട്ട് ഉരുട്ടാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയല്ല ഇതിൻ്റെ ബൈൻഡിങ് ഏജന്റ്. ഇതിൻ്റെ ബൈൻഡിങ് ഏജന്റ് ഗീ ആണ്, നെയ്യാണ്. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ഉരുട്ടാൻ നമുക്ക് പറ്റുന്നത്. നെയ്ക്കൊരു ഗുണമുള്ളത്, നെയ്യ് സാധാരണ അന്തരീക്ഷത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കട്ട പിടിക്കും. അപ്പോൾ അത് ബൈൻഡായിട്ട് അത് പൊട്ടിപ്പോകാതെ അവിടെ തന്നെ ഇരുന്നു കൊള്ളും. ഓക്കെ. പിന്നെ ശർക്കരയാണെങ്കിൽ അതൊരു ഫ്ലേവർ വേറെയാണ്, പഞ്ചസാരയേക്കാൾ നല്ലതാണ്. അതിനൊരു എർത്തി ഫ്ലേവർ വരും. അത് കൂടാതെ തന്നെ ഹെൽത്തിയർ ആയിരിക്കും ലഡു. ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കൂടുതൽ ഹെൽത്തിയർ ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതായിരിക്കും. കൂടാതെ മിനറൽസും അതിനകത്ത് ഒരുപാട് ലഭിക്കുന്നതാണ്. ശർക്കര ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ചെറു ചൂടിൽ, പഞ്ചസാരയിൽ ചെറു ചൂടിലാണ് എടുക്കേണ്ടതെങ്കിൽ ശർക്കര ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ടത് ചൂടാറിയതിനു ശേഷമാണ് അത് ഉരുട്ടേണ്ടത്. പിന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ നെയ്യ് നമുക്ക് കോസ്റ്റ്ലി ആകത്തില്ലേ, അപ്പോൾ നമുക്ക് അതിന് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അതും കൃത്യമായിട്ട് പറഞ്ഞു തരാം. കാരണം സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. നമ്മളുടെ നെയ്ക്ക് ഉള്ള ഒരു റിച്ച് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു അരോമിക് ഫ്ലേവർ ഉണ്ട്, ലഡുവിനൊക്കെ കിട്ടുന്ന ഒരു അരോമിക് ഫ്ലേവർ ഉണ്ട്. അത് സൺഫ്ലവർ ഓയിലിന് കിട്ടത്തില്ല. കാരണം സൺഫ്ലവർ ഓയിൽ ഈസ് ദാറ്റ് മീൻസ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിന്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അല്പം സൺഫ്ലവർ ഓയിലിനകത്ത് മിക്സ് ചെയ്താണ് നമ്മളുടെ കയ്യിലോട്ട് ഇത് തരുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടോട്ടലി ഒഴിവാക്കുക. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് നിങ്ങൾ ലഡു ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ലഡു പൊടിഞ്ഞു പോകും, ഇല്ലെങ്കിൽ അത് കുഴന്നിരിക്കും. കാരണം എണ്ണ കൂടുതൽ ഉപയോഗിച്ചാൽ കുഴഞ്ഞു പോകും. ഇനി അതല്ല, എണ്ണ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനും അടർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിനൊരു ബൈൻഡിങ് ഏജന്റ് അവിടെ ഇല്ല. സൺഫ്ലവർ ഓയിലിനെ ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അത് എപ്പോഴും ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഗീ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മളുടെ കോസ്റ്റ് കൂടുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗീയുടെ ലെവൽ നമുക്ക്, അതായത് ഗ്രാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഉരുട്ടാനും അതിൻ്റെ അരോമയ്ക്കും അതിൻ്റെ ടേസ്റ്റിനും വേണ്ട ഗീ മാത്രം മതിയാകും. അത് നിങ്ങൾക്ക് പതിയെ മനസ്സിലായി ചെയ്തു വരുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഗീ ഉപയോഗിക്കേണ്ട, ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ പിന്നെയും അതിനകത്ത് ബൈൻഡിങ് ഏജന്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ കട്ടിയായിട്ടിരുന്നോളും. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ നമ്മൾ ചെയ്യുന്ന സ്ഥലം വീട്ടിനുള്ളിൽ തന്നെയാണെങ്കിൽ പോലും ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ അതിനകത്ത് മുടി, നഖം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റുകൾ എടുത്തിരിക്കണം, സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ എടുത്തിരിക്കണം. കൂടാതെ സർക്കാർ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ സപ്ലൈ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ചെയ്യാൻ പറഞ്ഞു. ലൊക്കാലിറ്റിയിലുള്ള ഷോപ്പുകളിൽ, അതായത് ഇതൊക്കെ ഉണ്ടാക്കാത്ത ഒരുപാട് ബേക്കറികളുണ്ട്, ചെറിയ ചെറിയ ബേക്കറികൾ, അവർക്ക് കൊടുക്കാൻ പറ്റും.
പിന്നെ ചായക്കടക്കാർക്ക് കൊടുക്കാൻ പറ്റും, പിന്നെ ഹോട്ടലുകാർക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ വല്ലതും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ലോക്കൽ കോൺടാക്ട്സിനെ എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അത് നിരന്തരം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ ഈ പ്രോഡക്റ്റ് തരാം എന്നുള്ള രീതിയിൽ. പിന്നെ അവർക്ക് സാമ്പിൾ കൊണ്ട് കൊടുക്കുക. ആരെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ 1-2 പീസ് അവർക്ക് സാമ്പിൾ കൊണ്ട് കൊടുക്കുക. ഇതാണ് സാമ്പിൾ, ഇതാണ് പ്രോഡക്റ്റ്. ജസ്റ്റ് അവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ അവർക്ക് മനസ്സിലാകും പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അവരുടെ ഒരു ഇവന്റ് വരുമ്പോൾ അവർ നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് ഓർഡർ ലഭിക്കുകയും ചെയ്യും. നല്ല രീതിയിലുള്ള ഓർഡറുകളായിരിക്കും ലഭിക്കുന്നത്. 1-2 പീസ് ആയിരിക്കത്തില്ല, 100, 200, 300 അങ്ങനെയുള്ള പീസുകളായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ ഒരു 4-5 കച്ചവടം മാസത്തിൽ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. ചെറിയൊരു കാര്യമാണ്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അല്പം നീണ്ടുപോയി എന്ന് എനിക്കും അറിയാം. ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.